നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായ ക്രൂരമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ ആന, ഗോകുൽ എന്ന് പറയുന്ന ആന ചരിഞ്ഞ വാർത്ത ഈയിടെയായി മാധ്യമങ്ങളെല്ലാം വന്നിരുന്നു. ആനയുടെ മൃതദേഹം മലയാറ്റൂർ കോടനാട് വനമേഖലയിൽ സംസ്കരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ വാർത്തയാണ്. ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ആനയുള്ളത്. ദേവസ്വം ബോർഡിന്റെ ആനയായിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഈ ആനയ്ക്ക് നേരിടേണ്ടി വരുന്നത് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഈ മാസം 9-ാം തീയതി ആനയെ അതിക്രൂരമായ രീതിയിൽ പാപ്പാൻ ജി ഗോകുലിന്റെ നേതൃത്വത്തിൽ 5ഓളം സംഘം ഉറങ്ങിക്കിടന്ന ആനയെ ഇരുമ്പ് തോട്ടികൊണ്ട് അർദ്ധരാത്രി വരെ തല്ലിച്ചതച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ വേണ്ടി ആനയെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെയുള്ള മറ്റൊരു ആനയുമായി ഒരു ചെറിയ സംഘർഷം ഉണ്ടാവുകയും ചെറിയൊരു കുത്ത് ആനയ്ക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുന്നത്തൂർ കോട്ടയിൽ എത്തിച്ച് ആനയ്ക്ക് വേണ്ട ചികിത്സ അന്ന് കൊടുത്തു. അന്ന് തന്നെ വെറ്റിനറി സർജൻ ആനയെ നോക്കിയതിനു ശേഷം പറഞ്ഞത് ആനയ്ക്ക് ആന്തരികമായിട്ട് വലിയ ആഘാതങ്ങളൊന്നും പറ്റിയിട്ടില്ല, മുറിവ് ആന്തരികാവയവങ്ങളെ ബാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ഏതെങ്കിലും ഒരു ആനയ്ക്ക് ആന്തരികാവയവങ്ങളെ ഈ പരിക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള എക്സ്റേ സംവിധാനങ്ങൾ, കോളനോസ്കോപ്പി സംവിധാനം തുടങ്ങിയവയൊന്നും തന്നെ ഈ ആനക്കോട്ടയിലോ ദേവസ്വം ബോർഡിന്റെ കീഴിലോ ഇല്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്നത്. എത്രയോ അധികം ഫണ്ടുകൾ ഇവിടെ ഉണ്ട്. എത്രയധികം ഭക്തരാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം കാണിക്ക കൊടുക്കുന്നത്. എത്ര കോടിക്കണക്കിന് രൂപയുടെ വരുമാനമല്ലേ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. ഈ പറയുന്ന മലബാർ ദേവസ്വം ബോർഡും ഗുരുവായൂർ കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഒക്കെ ഉള്ളത്. ഈ മിണ്ടാപ്രാണികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വിദഗ്ധ ചികിത്സ കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഈ പറയുന്ന ഉപകരണങ്ങൾ വാങ്ങിവെക്കാൻ ഇവർക്ക് പണമില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. കൈയിട്ട് വാരാനും ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റാനും കാണിക്ക വരുന്നത് എന്താണ് ഇല്ലാത്തത് കാണിച്ചുകൊണ്ട് അടിച്ചു മാറ്റാനും ഒക്കെ ഇവർക്ക് വളരെ വലിയ സാമർഥ്യമാണ്. പക്ഷെ ഈ മിണ്ടാപ്രാണികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനോട്, അവർക്ക് വേണ്ട മിനിമം സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്താനുള്ള ശ്രമം നടത്താത്തതിനോട് എന്താണ് നമ്മൾ പറയേണ്ടത്? യഥാർത്ഥത്തിൽ ഈ ഗോകുലുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഈ മാസം 9-ാം തീയതി ഗോകുൽ എന്ന് പറയുന്ന ആന അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ആനയുടെ പാപ്പാന്റെ പേരും മറ്റൊരു ഗോകുലാണ്. ജി ഗോകുൽ എന്നാണ് ആനയുടെ പാപ്പാന്റെ പേര്. ആ ആനയുടെ പാപ്പാനും 5ഓളം വരുന്ന ആളുകളും ചേർത്തുകൊണ്ട് അർദ്ധരാത്രി വരെ, അതായത് ഉറങ്ങിക്കിടന്ന ആനയെ അർദ്ധരാത്രി വരെ ഇരുമ്പ് തോട്ടിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എത്രമാത്രം ഭയാനകമാണിത്! ആ സാധു മിണ്ടാപ്രാണിയെ നിർത്തി അടിച്ചു കൊല്ലുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ആനയുടെ മർമ്മത്തും പല സ്ഥലങ്ങളിലും അടിച്ചു. ഈ റിപ്പോർട്ട് കൃത്യമായി ദേവസ്വം ബോർഡിന് കൊടുത്തു. ഒരു നടപടിയും എടുത്തില്ല ദേവസ്വം ബോർഡ്. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ഇവിടെ പലപ്പോഴായിട്ട് ഈ പാപ്പാന്മാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ പുറത്ത് പാവപ്പെട്ട മിണ്ടാപ്രാണികൾ ചത്തുപോകുമ്പോ, അവയുടെ ജീവൻ പോകുമ്പോൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും. പിന്നെയും രാഷ്ട്രീയക്കാരുടെ ഇടപെടലിൽ വീണ്ടും തിരിച്ച് അവരൊക്കെ എവിടെ കയറും? ഈ പറയുന്ന ആനപ്പന്തിയിൽ കയറും. എന്നിട്ട് അവരൊക്കെ ജോലി തുടർന്ന് പോകും. ഇത് തന്നെയാണ് ഗുരുവായൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ തെക്കേപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആനക്കോട്ടയിൽ തെക്കേപ്പറമ്പ് ആനക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പക്ഷേ തെക്കേപ്പറമ്പ് ആനകളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം, ഒരു പത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെ നമുക്കൊന്ന് നോക്കാം. അതായത് ആനയെ മർദ്ദിക്കും, ആന ചരിയും, ബന്ധപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്യും, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെല്ലാം തിരിച്ചെത്തും. ഇതാണ് കാലങ്ങളായി ഗുരുവായൂർ ദേവസ്വത്തിലെ രീതി. അടുത്ത കാലത്തായി ആനക്കോട്ടയിലെ തെക്കേപ്പറമ്പ് ഇടിമുറിയാണ്. ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗോകുലിനെ 6 പേർ ചേർന്ന് അർദ്ധരാത്രി വരെ മർദ്ദിച്ചത് ഇവിടെയാണ്. ഇവരിൽ പാപ്പാനല്ലാത്ത 5 പേർ ആരാണെന്ന് പോലും ദേവസ്വം ബോർഡ് അന്വേഷിക്കുന്നില്ല. 1990 ജനുവരി 2-ാം തീയതി ആനക്കോട്ടയിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ക്രൂരമർദ്ദനത്തിൽ വേണുഗോപാലൻ എന്ന ആന ചരിഞ്ഞിരുന്നു. ജില്ലാ സെഷൻസ് ജഡ്ജ് കെ അരവിന്ദാക്ഷ മേനോൻ അന്വേഷണ കമ്മീഷനായി ആനക്കോട്ടയിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് കർശനമായി പാലിക്കാൻ വേണ്ടി നൽകിയിരുന്നു. 1990 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് നടപ്പാക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഒന്നും നടന്നില്ല.
2012 ജൂലൈ 12 പാപ്പാന്മാരുടെ മർദ്ദനമേറ്റ് കൊമ്പൻ അർജുനും ചരിഞ്ഞു. പിന്നീട് വനം മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു, കേസെടുത്തു. എല്ലാം തേഞ്ഞു മാഞ്ഞുപോയി. എന്താണ് ഈ മിണ്ടാപ്രാണികളെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന ഇവർമാർക്കെതിരെ ഒരു കേസും എടുക്കാത്തത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഗുരുവായൂർ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ് ആനകൾ. ഗുരുവായൂർ കേശവന്റെ കഥ നമുക്കറിയാം. ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത് ദൈവ തുല്യമായി നിന്ന ഗജവീരനായിരുന്നു. ഭഗവാന്റെ തിടമ്പെടുക്കുന്ന ആനകൾ. അവയ്ക്ക് മര്യാദയ്ക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുക്കുന്നുണ്ടോ എന്നതിനേക്കാൾ അപ്പുറമാണ് ഈ പറയുന്ന തെക്കേപ്പറമ്പ് എന്ന് പറയുന്ന ആനക്കോട്ടയിൽ ഇവരുടെ നരനായാട്ട്. ഇടിമുറി എന്ന് നമ്മൾ കേട്ടത് ഈ പറയുന്ന പോലെ വയനാട് വെറ്റിനറി കോളേജിൽ ക്രൂരമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷമാണ് SFIയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇടിമുറി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആനകളുടെ ഇടിമുറിയാണ് ഈ തെക്കേപ്പറമ്പ് എന്നാണ് പറയുന്നത്. ഗോകുലിനെ മർദ്ദിച്ച് അവശനാക്കി കൊന്നുകളഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്തിയിട്ടും ഒരു നടപടിയും എടുക്കാതെ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ പത്രമടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊരു നാടാണിത്! ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? പ്രധാനമായും ഇതിൽ കൈ കഴുകാൻ വേണ്ടി ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോഴിക്കോട് ജില്ലയിൽ വെച്ച് കുത്തേറ്റതിന് ശേഷം ആന്തരികമായി ഈ ആനയ്ക്ക് വലിയ പരിക്കുകൾ ഉണ്ടായത് കൊണ്ടാണ് ആന മരണപ്പെട്ടത് എന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് കൈ കഴുകാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ആ ആനയ്ക്ക് ആന്തരികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നും ആന്തരികാവയവങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും അന്നത്തെ വെറ്റിനറി സർജൻ തന്നെ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് മെയ് മാസത്തിൽ ഗോകുലിനെ നടക്കിരുത്തുകയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തത്. അത് ആരാണ് കൊടുത്തത്? ദേവസ്വത്തിന് കീഴിലുള്ള സർജൻ തന്നെയാണ് കൊടുത്തത്, വെറ്റിനറി സർജൻ. അപ്പൊ വെറ്റിനറി ഡോക്ടറുടെ ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും എഴുന്നള്ളിച്ചത്. പക്ഷേ മദ്യലഹരിയിലാണോ എന്ത് ലഹരിയിലാണെന്ന് അറിയില്ല, പാപ്പാന്മാര് പോലും അല്ലാത്ത ആളുകൾ ചേർന്ന് പാപ്പാനായിട്ടുള്ള ഗോകുലിനൊപ്പം എന്തോ ദേശത്തിന്റെ പുറത്ത് ഈ ഉറങ്ങിക്കിടന്ന നിസ്സഹായനായ ഈ മിണ്ടാപ്രാണിയെ തല്ലി കൊന്നു. ഭഗവാന്റെ സ്വന്തം ആനയെ, ഭഗവാന്റെ അത്രമേൽ പ്രിയപ്പെട്ട ആനയെ തല്ലിക്കൊല്ലുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ. ഇത് എത്രമാത്രം ക്രൂരതയാണ്! കോടനാട് വനമേഖലയിൽ കൊണ്ടുപോയി സംസ്കരിച്ചപ്പോഴും ആ മിണ്ടാപ്രാണിയെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് ഒരു നടപടിയും എടുക്കാത്ത രീതിയിലേക്ക് ദേവസ്വം ബോർഡ് മാറുന്നു എന്നുള്ളതാണ്. വനം വകുപ്പിന്റെ കൃത്യമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആനക്കോട്ടയിൽ നടക്കുന്നത് തോന്നിവാസമാണ്, അവിടെ ക്രൂരതയാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വനം മന്ത്രി എന്തുകൊണ്ട് അനങ്ങിയില്ല? വനം മന്ത്രി എന്ത് നടപടിയാണ് എടുത്തത്? ഈ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത്? ഈ ആനപ്പാപ്പാന്മാരെയൊക്കെ സംരക്ഷിക്കാനുള്ള ചില മുതലാളിമാരും അവരിലൂടെയുള്ള ഈ ആനകളൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. മന്ത്രി വരെയുണ്ട് ആനകളുടെ, ഈ ആന ഓണേഴ്സിന്റെ അസോസിയേഷനിൽ മന്ത്രി വരെയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ ആനകളെ ഒന്നും തല്ലിക്കൊന്നാലൊന്നും ആരും ചോദിക്കാൻ ഉണ്ടാവില്ല എന്ന സത്യമാണ് ഇവിടെ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊന്നും ആരും ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ പറയുന്ന ആനക്കൂട്ടയിലേക്ക് മാർച്ച് നടത്താനൊന്നും ഒരു സംഘടനകളും ഉണ്ടാവില്ല. പക്ഷേ ഭക്തജനങ്ങൾ ഇതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. പ്രതികളായിട്ടുള്ള പാപ്പാന്മാരെയും പാപ്പാന്മാരല്ലാതെ വന്ന് മർദ്ദിച്ചു എന്ന് പറയുന്ന ആളുകളുടെ പേരിലും കേസെടുക്കണം. ഇവരെ കൊലപാതകത്തിന്, ഈ പറയുന്ന ആനയെ കൊന്നുകളഞ്ഞതിന് കേസെടുത്ത് ശിക്ഷിക്കണം എന്നാണ് ഇവരുടെയൊക്കെ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ ആനയെ തല്ലി ക്രൂരമായി കൊന്നുകളഞ്ഞ ഇവന്മാരോട് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ, ഇവരെ നിയമ നടപടിക്ക് വിധേയമാക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെ പ്രതികരിക്കാത്ത പൊട്ടന്മാരായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ കൃത്യമായി ഉണർന്ന് ഈ കാര്യത്തിൽ പ്രവർത്തിച്ച് വേണ്ട നിയമ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ്.